ഭാഗവത കഥകളിൽ നമുക്കിന്ന് ഗജേന്ദ്രമോക്ഷ കഥ കേൾക്കാം. സ്വയംഭൂമനുവിൻ്റെ വംശപരമ്പരയിൽ ജനിച്ച ഒരു മഹാരാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന അദ്ദേഹം നീതിമാനും വലിയ വിഷ്ണുഭക്തനുമായിരുന്നു. രാജ്യഭാരത്തിൽ വ്യാപൃതനായിരിക്കുമ്പോൾ ഈശ്വരാധനയ്ക്ക് തടസ്സം നേരിട്ടേക്കാമെന്നു കരുതിയ അദ്ദേഹം ഭരണച്ചുമതല പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് സ്വസ്ഥമായി ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കുന്നതിനായി മലയാദ്രിയിലേക്ക് യാത്ര തിരിച്ചു. മലയുടെ താഴ്വരയിൽ സ്വസ്ഥത നിറഞ്ഞ ഒരു പുണ്യസ്ഥലത്ത് ആശ്രമം നിർമ്മിച്ച ഇന്ദ്രദ്യുമ്നൻ ശ്രീ മഹാവിഷ്ണുവിൽ തന്നെ മനസ്സുറപ്പിച്ച് തപസ്സാരംഭിച്ചു. ഭക്തിയും നിഷ്ഠയുമുള്ള ചില രാജകിങ്കരന്മാരും ആശ്രമത്തിൽ എത്തിയിരുന്നു. മിക്കപ്പോഴും സമാധിസ്ഥനായി ഇരുന്നിട്ടാണ് ഇന്ദ്രദ്യുമ്നൻ തപസ്സനുഷ്ഠിച്ചിരുന്നത്. ആ സന്ദർഭത്തിൽ ശബ്ദകോലാഹലങ്ങളോ മറ്റുള്ളവരുടെ ശല്യമോ ഉണ്ടാകാതിരിക്കുന്നതിന് രാജസേവകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു ദിവസം കുംഭോദ്ഭവനായ അഗസ്ത്യ മഹർഷി മലയാദ്രിയിൽ എത്തിച്ചേരുകയുണ്ടായി. അവിടമെല്ലാം ചുറ്റി നടന്നു സന്ദർശിച്ച അദ്ദേഹം ഒടുവിൽ ഇന്ദ്രദ്യുമ്നൻ്റെ ആശ്രമത്തിലും വന്നു ചേർന്നു. ആ സമയത്ത് മഹാരാജാവ് വിഷ്ണുവിൽ തന്നെ മനസ്സുറപ്പിച്ച് ഏകാഗ്രതയോടെ ധ്യാനനിരതനായി സമാധിസ്ഥനായിരിക്കുകയായിരുന്നു. ആഗതനായത് അഗസ്ത്യമുനി ആയിരുന്നതിനാൽ രാജസേവകന്മാർക്ക് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. തൻ്റെ ആഗമനം ഇന്ദ്രദ്യുമ്നനെ അറിയിക്കുവാൻ അഗസ്ത്യ മഹർഷി ശ്രമിച്ചു നോക്കിയെങ്കിലും സമാധിസ്ഥനായിരുന്ന രാജാവ് അതൊന്നും അറിഞ്ഞിരുന്നില്ല. രാജാവ് തന്നെ അവഗണിക്കുകയാണെന്ന് അഗസ്ത്യമുനി തെറ്റിദ്ധരിച്ചു. അദ്ദേഹം കുപിതനായി. മഹർഷി ത്രികാലജ്ഞാനിയാണെങ്കിലും വിധിയെ തടുക്കുവാൻ കഴിയില്ലല്ലോ. മഹാരാജാവിൻ്റെ ധിക്കാരം പൊറുക്കുവാൻ അഗസ്ത്യമുനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മഹർഷി തീരുമാനിച്ചു. താനൊരു മഹാരാജാവാണെന്നുള്ള അഹങ്കാര നിമിത്തമാണ് ഇന്ദ്രദ്യുമ്നൻ നമ്മെ ഉദാസീനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മഹർഷി തെറ്റിദ്ധരിച്ചു. മഹർഷിയുടെ മുഖത്ത് കോപാഗ്നി ആളിപ്പടർന്നു. വർദ്ധിച്ച രോഷത്തോടെ ഇന്ദ്രദ്യുമ്നനെ ഇപ്രകാരം ശപിച്ചു. ഹേ തിരിച്ചറിവില്ലാത്ത മൂഢരാജാവേ, പൂജ്യന്മാരെ നിന്ദിക്കുവാൻ മനക്കരുത്ത് കാട്ടിയിരിക്കുന്ന നീ താമസം വിന ഒരു മത്തഗജമായി മാറി കാടുകൾ തോറും മതിച്ചു നടക്കുവാൻ ഇടയാകുമാറാകട്ടെ. കോപാക്രാന്തനായ മുനി ഇങ്ങനെ ഇന്ദ്രദ്യുമ്നനെ ശപിച്ചിട്ട് ആശ്രമത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. മുനിയുടെ ശാപവചനങ്ങൾ കേട്ട് രാജസേവകന്മാർ അന്താളിച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? മഹാരാജാവിനെ വിവരം ധരിപ്പിക്കുവാനും മാർഗം കാണുന്നില്ലല്ലോ. സമാധിസ്ഥനായിരിക്കുന്ന അദ്ദേഹത്തെ എപ്രകാരമാണ് ഉണർത്തേണ്ടത്? അസ്വസ്ഥരായ രാജസേവകന്മാർ പരസ്പരം ഓരോന്നും പിറുപിറുത്തു. ഒട്ടും താമസിക്കാതെ മഹാരാജാവ് സമാധിയിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റു. സേവകന്മാർക്ക് ആശ്വാസമായി. നടന്ന സംഭവങ്ങളെല്ലാം അവർ അദ്ദേഹത്തെ അറിയിച്ചു. വിവരമറിഞ്ഞ മഹാരാജാവ് അഗസ്ത്യ മഹർഷി പോയ വഴിയെ പരിഭ്രമത്തോടെ ഓടി. വഴിയിൽ വെച്ച് മഹർഷിയെ കണ്ടുമുട്ടിയ രാജാവ് തൊഴുകൈയോടെ നിന്നുകൊണ്ട് സങ്കടമുണർത്തിച്ചു. മുനിശ്രേഷ്ഠ, മഹാപ്രഭോ, ഈ എളിയവൻ്റെ അപരാധം പുറത്തരുളണമേ. അറിയാതെ ചെയ്തുപോയ തെറ്റിന് മാപ്പേകണമേ. അപ്പോൾ അഗസ്ത്യ മഹർഷി പറഞ്ഞു, മാപ്പ് അതർഹിക്കാത്ത അപരാധമാണ് നീ ചെയ്തിരിക്കുന്നത്. ആശ്രമത്തിൽ എത്തിച്ചേർന്ന നമ്മെ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്ത മൂഢാത്മാവായ നിനക്ക് ഉചിതമായ ജന്മം ആനയുടേത് തന്നെയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, ക്ഷമിക്കണം മഹർഷീശ്വര, അടിയൻ ജഗദീശ്വരനെ ധ്യാനിച്ചുകൊണ്ട് സമാധിസ്ഥനായിരുന്നത് കൊണ്ടാണ് അങ്ങയുടെ ആഗമനം അറിയാതെ പോയത്. അറിയാതെ നടന്നുപോയ അപരാധത്തിന് മാപ്പു നൽകുകയില്ലേ മഹാമുനെ? അപ്പോൾ മഹർഷി പറഞ്ഞു, ഇന്ദ്രദ്യുമ്ന, നൽകിയ ശാപം തിരിച്ചെടുക്കാൻ ആവുകയില്ല. വിധിയുടെ ലീലകൾ വിപരീതമായി ഭവിച്ചതിൽ നമുക്ക് ഖേദമുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, നിരപരാധിയായി ഈയുള്ളവന് മോചനമേ ഉണ്ടാവുകയില്ലെന്നാണോ അവിടുന്ന് പറയുന്നത്? അല്ല ഇന്ദ്രദ്യുമ്ന, കാലം നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകാതിരിക്കുകയില്ല. കാട്ടിൽ കരിവീരനായി മതിച്ചു നടക്കുമ്പോൾ നീ ആപത്തിൽപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭത്തിൽ രക്ഷപ്പെടുവാൻ മാർഗം കാണാതെ അവശനായി നീ ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് കേഴുമ്പോൾ കരുണാമയനായ ശ്രീഹരി നിന്റെ രോദനം ശ്രവിച്ച് നിന്റെ മുമ്പിൽ ആഗതനായി തൃക്കരം കൊണ്ട് നിന്നെ തലോടുന്നതാണ്.
ആ ദിവസം നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കുന്നതാണ്. മുനിയുടെ ഇപ്രകാരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ധന്യനായി മഹാമുനെ, അടിയൻ ധന്യനായി. വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ദർശനവും കരസ്പർശനവും പാപിയായ എനിക്ക് സിദ്ധിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്ന് അരുളി ചെയ്ത അങ്ങയെ ഞാനിതാ പ്രണമിക്കുന്നു. അപ്പോൾ അഗസ്ത്യമുനി പറഞ്ഞു, ഇന്ദ്രദ്യുമ്ന, വീണ്ടും വിചാരമില്ലാതെ ക്രുദ്ധനായി നാം നിനക്ക് ശാപം നൽകുവാൻ ഇടയായതിൽ അതിയായ ഖേദമുണ്ട്. എല്ലാം ഈശ്വര നിശ്ചയമായിരുന്നു എന്ന് സമാധാനിച്ചുകൊണ്ട് നാം പോകുന്നു. നിനക്ക് നല്ലതു വരട്ടെ. മഹർഷി ഇത്രയും പറഞ്ഞ ഉടനെ തന്നെ ഇന്ദ്രദ്യുമ്നൻ ഗജേന്ദ്രനായി ഭീകരാകാരം പൂണ്ട് 8 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് മഹാരണത്തിലേക്ക് കുതിച്ചു. ത്രികൂടപർവ്വത പാർശ്വത്തിൽ അതിമനോഹരമായ ഒരു സരസ്സുണ്ടായിരുന്നു. അതിൽ ധാരാളം താമരപ്പൂക്കളും അവയിലെ തേനോട് രസിക്കുന്നതിനായി കരിവണ്ടുകളും അല്ലികൾ കൊത്തിത്തിന്നുവാൻ അരയന്നങ്ങളും കൂട്ടത്തോടെ വരുമായിരുന്നു. ചേതോഹരമായ ആ സരസിൻ്റെ ഒരു ഭാഗത്തായിരുന്നു ദേവല മഹർഷിയുടെ ആശ്രമം. ഒരിക്കൽ കശ്യപ പ്രജാപതിക്ക് പ്രാഥ എന്ന ഭാര്യയിൽ ജനിച്ച പുത്രനായ ഹൂഹു എന്ന ഗന്ധർവൻ തൻ്റെ പ്രേയസികളുമൊത്ത് ആ സരസിലിറങ്ങി ആടിപ്പാടി കളിച്ചു രസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആഹ്ലാദത്തിമർപ്പിൽ പല വിക്രിയകളും കാട്ടിക്കൂട്ടിയ ഗന്ധർവനും പ്രേയസിമാരും ചേർന്ന് അവിടെ താമസിച്ചിരുന്ന ദേവല മഹർഷിയുടെ സ്വൈര്യമായ തപസ്സിന് ഭംഗം സൃഷ്ടിച്ചു. അവിടെ എത്തിയ ക്ഷുഭിതനായ മഹർഷി ഗന്ധർവനെ ശാസിച്ചു. ഹേ ഗന്ധർവ, പരിസരം മറന്നുള്ള നിങ്ങളുടെ ക്രീഡാവിനോദങ്ങൾ അതിരുകൾ ലംഘിക്കുന്നുണ്ട്. അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു, അതിരുകൾ ലംഘിച്ചു കൊണ്ടല്ലോ ഞങ്ങൾ കളിച്ചുല്ലസിക്കുന്നത്. ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന നിങ്ങളെപ്പോലുള്ള സന്യാസിമാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഞങ്ങൾ ആശ്രമമുറ്റത്ത് വന്നാണ് കളിച്ചു രസിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് ശരിയാകുമായിരുന്നു. അപ്പോൾ ദേവല മഹർഷി പറഞ്ഞു, മൂഢാത്മാവേ, കശ്യപ പ്രജാപതിയുടെ പുത്രനായിരുന്നിട്ടും നിനക്ക് ആശ്രമധർമ്മം മനസ്സിലാക്കാൻ കഴിയാതെ വന്നതിൽ നാം ലജ്ജിക്കുന്നു. ഗന്ധർവൻ പറഞ്ഞു, ലജ്ജയെക്കുറിച്ച് പ്രസംഗിക്കുന്ന നിങ്ങൾ ഒരു പുരുഷൻ തൻ്റെ പ്രേയസികളുമൊത്ത് ജലക്രിയ നടത്തുന്ന സരസിനടുത്ത് വരരുതായിരുന്നു. വൃദ്ധനും തപോധനനുമെങ്കിലും മധുരാക്ഷികളുടെ അംഗലാവണ്യം ആസ്വദിക്കുന്നതിനായിട്ടല്ലേ ഓരോന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതു കേട്ട മുനി ഗന്ധർവനെ ശപിച്ചു. ഛീ, വിവേകശൂന്യനും സ്ത്രീലമ്പടനുമായ ഗന്ധർവധമ, നന്മതിന്മകളെ വേർതിരിച്ചറിയുവാൻ കഴിയാതെ അഹംനിന്ദ പറയുന്ന നീ ഒരു മുതലയായി മാറട്ടെ. മുനിയുടെ ഇപ്രകാരമുള്ള ശാപവചനം കേട്ട് സംഭ്രാന്തനായ ഹൂഹു ഗന്ധർവൻ കരയ്ക്കു കയറി ചെന്ന് മഹർഷിയുടെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചു. ഗന്ധർവൻ പറഞ്ഞു, മുനിശ്രേഷ്ഠ, മഹാപരാധം ചെയ്തു പോയ ഈ പാപിയോട് ക്ഷമിച്ച് ശാപമോക്ഷം അരുളി ചെയ്യുവാൻ കൃപ തോന്നിയാലും. അപ്പോൾ മഹർഷി പറഞ്ഞു, യൗവനവും കരുത്തും മറ്റുള്ളവരെ ശല്യപ്പെടുത്താനുള്ളതല്ല. പല തവണകളായി നീ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളുടെ ശിക്ഷയാണ് ഇപ്പോൾ നീ അനുഭവിക്കേണ്ടി വരുന്നത്. സഹസ്രാബ്ദങ്ങൾക്കു ശേഷം ഈ സരസിൽ നക്രമായി കിടക്കുന്ന നിന്റെ കഴുത്ത് ശ്രീ മഹാവിഷ്ണു സുദർശന ചക്രത്താൽ ഛേദിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കുന്നതാണ്. ഇപ്രകാരം ഗന്ധർവന് ശാപമോക്ഷം നൽകിയിട്ട് ദേവല മഹർഷി തൻ്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി. സുന്ദരനും സുമുഖനുമായിരുന്ന ഹൂഹു ഒരു ഭീകര നക്രമായി രൂപം പ്രാപിച്ച് ജലാശയത്തിലേക്ക് ഊർന്നിറങ്ങി. അതുകൊണ്ട് പേടിച്ചരണ്ടുപോയ അവൻ്റെ പ്രേയസിമാർ ആകാശമാർഗത്തിൽ കൂടി പറന്നകന്നു. ഇനി വീണ്ടും ഗജേന്ദ്രനിലേക്ക് വരാം. മഹാരണത്തിലെത്തിച്ചേർന്ന ഗജേന്ദ്രൻ മറ്റുള്ള കാട്ടാനകളുടെ തലവനായി തീരുകയും ആ വനത്തിൻ്റെ ആധിപത്യം പൂർണ്ണമായി നേടിയെടുക്കുകയും ചെയ്തു. കൂട്ടുകാരും പിടിയാനുകളുമൊത്ത് തിന്നും കുടിച്ചും മതിച്ചും കാടിളക്കിയും മലകൾ തട്ടിപ്പൊട്ടിച്ചും തമ്മിൽ പൊരുതിയും തിമിർത്തു നടന്നിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗജേന്ദ്രനും കൂട്ടവും ത്രികൂടപർവ്വതത്തിൽ എത്തിച്ചേർന്നു. ആ സന്ദർഭത്തിൽ ദേവല മഹർഷിയുടെ ആശ്രമം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മോക്ഷഗതി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. നല്ല തീറ്റയും സരസിലെ തെളിനീരും ഗജവീരനും കൂട്ടർക്കും നന്നേ ഇഷ്ടപ്പെട്ടു. അവരുടെ ആഹ്ലാദത്തിന് അതിരുകളില്ലായിരുന്നു. എത്ര തന്നെ കുടിച്ചാലും മതിവരാത സരസിലെ ജലത്തിന് ഒരു പ്രത്യേക രുചിയായിരുന്നു. ഒരു ദിവസം മധ്യാഹ്നവേളയിൽ കുശാലായി തിന്നതിനു ശേഷം വെള്ളം കുടിക്കുന്നതിനും മതിച്ചു കളിക്കുന്നതിനുമായി ഗജവീരൻ അത്യുത്സാഹത്തോടെ സരസിലേക്കിറങ്ങി. മറ്റുള്ള കൂട്ടുകാരെല്ലാം
പിന്നാലെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സരസിലിറങ്ങിയ കരിവീരൻ തുമ്പിക്കരം നീട്ടി താമരപ്പൂക്കളും ഇലകളുമെല്ലാം സ്വാദോടെ തിന്നുകൊണ്ടിരുന്നപ്പോൾ ദേവല മഹർഷിയുടെ ശാപമേറ്റ് ഭീകല മുതരയായി മാറി സരസിൽ കിടന്നിരുന്ന ഹുഹു എന്ന ഗന്ധർവൻ ഗജേന്ദ്രൻ്റെ പിൻകാലുകളിലൊന്നിൽ ബലമായി പിടികൂടി. കരിവീരൻ ശക്തിയോടെ കാലു കുടഞ്ഞു നോക്കി. എന്നാൽ മുതലയുടെ പിടി വിടുവിക്കാൻ കഴിഞ്ഞില്ല. മുതലയും കൊണ്ട് കരയ്ക്കു കയറുവാൻ കഴിയുമോ എന്ന് ഗജേന്ദ്രൻ ഒരു വിഫല ശ്രമം നടത്തി നോക്കി. അപ്പോൾ മുതല പിന്നോട്ട് വലിച്ച് ആനയെ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പരസ്പരം നടത്തിയ പിടിവലിയിൽ ആനയും മുതലയും വട്ടം തിരിയുകയും ശാന്തസുന്ദരമായിരുന്ന സരസിലെ ജലം നാലുപാടും ചിന്നിച്ചിതറുകയും കലങ്ങി മറിയുകയും ചെയ്തു. മുതലയുടെ കൂർത്തുമൂർത്ത പല്ലുകൾ കാലിൽ ആഴ്ന്നിറങ്ങിയപ്പോൾ വേദന സഹിക്കവയ്യാതെ ഗജേന്ദ്രൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ആ ശബ്ദം കേട്ട് ഗജേന്ദ്രന് എന്തോ ആപത്ത് പറ്റിയിരിക്കാമെന്ന് മനസ്സിലാക്കിയ മറ്റുള്ള ആനകൾ അവനെ രക്ഷിക്കുന്നതിനായി സരസിനരികിൽ കൂട്ടമായി എത്തിച്ചേർന്നു. എന്നാൽ എന്തെല്ലാം ഉപായങ്ങളും സാഹസങ്ങളും പ്രയോഗിച്ചു നോക്കിയിട്ടും തങ്ങളുടെ തലവനെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവയെല്ലാം അവിടെ നിന്ന് മടങ്ങിപ്പോയി. കാലിൽ നിന്ന് പിടി വിടുവിക്കുമെന്നുള്ള വാശിയിൽ ഗജേന്ദ്രനും ഇല്ല വിടുകയില്ല എന്ന വാശിയിൽ മുതലയും ഉറച്ചു തന്നെ നിന്നു. അവരിൽ ആരും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തില്ല. രണ്ടുപേരും ഇതേ നിൽപ്പ് തുടർന്നു. 1000 ആണ്ടുകാലം പൂർത്തിയായി. അപ്പോഴേക്കും ഗജേന്ദ്രൻ്റെ അഹങ്കാരവും ശക്തിയും പാടെ ക്ഷയിച്ചു. ദീനദീനമായി വിലപിച്ചുകൊണ്ടിരുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്ന് വേദനയുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കയ്യെത്തും ദൂരത്തുള്ള താമരപ്പൂക്കളെല്ലാം പറിച്ചെടുത്ത് ശ്രീ മഹാവിഷ്ണുവിനെ ചിത്തത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഭക്തിപുരസരം അവ സമർപ്പിച്ചു. ഗജേന്ദ്രൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും പാഴായില്ല. അവ ആശ്രിത വത്സനായ ഭഗവാൻ ശ്രീ നാരായണൻ്റെ അകതാരിൽ കാരുണ്യപ്പൂക്കളായി വിരിഞ്ഞു. പിന്നെ വൈകിയില്ല. തൻ്റെ ഭക്തനെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഗരുഡാരൂഢനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ത്രികൂടാചല പാർശ്വത്തിലുള്ള സരോവരത്തിൽ പ്രത്യക്ഷനായി. വേദനയാൽ ദീനതയോടെ കേണുകൊണ്ടിരിക്കുന്ന തൻ്റെ ഭക്തനെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഭക്തവത്സലനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു നക്രത്തിൻ്റെ ചിരച്ഛേദത്തിനായി ദിവ്യമായ സുദർശന ചക്രം പ്രയോഗിച്ചു. തേജസ്വരൂപമായ സുദർശന ചക്ര സ്പർശത്താൽ ശാപമോചിതനായ മുതല വീണ്ടും ഹുഹു ഗന്ധർവനായി രൂപാന്തരം പ്രാപിച്ചു. മുതലയുടെ ക്രൂരമായ പിടിയിൽ നിന്ന് മോചിതനായ ഗജേന്ദ്രൻ തുമ്പിക്കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകൈകനാഥനായ മഹാവിഷ്ണുവിനെ ആവോളം പ്രാർത്ഥിച്ചു സ്തുതിച്ചു. ശാപമോചിതനായ ഗന്ധർവൻ സർവേശ്വര പാദ കമലങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാനെ, കാരുണ്യസിന്ധു, അങ്ങയുടെ കൃപാകടാക്ഷത്താൽ അടിയന് ശാപമോചനം സിദ്ധിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഈയുള്ളവൻ്റെ മനസ്സിൽ അഹന്തയും അവിവേകവും തോന്നിപ്പിക്കാതെ സർവദാ അവിടുത്തെ ദിവ്യരൂപം മാത്രം പ്രശോഭിക്കുന്നതിന് അനുഗ്രഹിച്ച് അരുളേണമേ. ദീനബന്ധോ, സർവലോകേശനായ ശ്രീമദ് നാരായണ, ഈയുള്ളവൻ്റെ അപേക്ഷ കൈക്കൊള്ളുവാൻ കനിവ് തോന്നണമേ. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, ഗന്ധർവകുമാര, നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. മേലിൽ നിനക്ക് സർവശ്രേയസ്സുകളും ഉണ്ടാകുന്നതാണ്. ഭഗവാനെ വന്ദിച്ച് അനുഗ്രഹം നേടിയ ഗന്ധർവൻ കൃതാർത്ഥനായി തൻ്റെ ലോകത്തേക്ക് മടങ്ങിപ്പോയി. ഭഗവത് സവിധത്തിൽ കണ്ണുനീരോടെ നിന്നിരുന്ന ഗജേന്ദ്രനെ കാരുണ്യവാരിധിയായ വൈകുണ്ഠനാഥൻ തൃക്കൺ വീക്ഷിച്ചു. അവൻ്റെ ചാരത്തണഞ്ഞ ശ്രീനിവാസൻ തൃക്കരം കൊണ്ട് ആ ഭക്തനെ തഴുകിത്തലോടി ആശ്വസിപ്പിച്ചു. അടുത്ത ക്ഷണത്തിൽ അഗസ്ത്യ ശാപമേറ്റ് ഗജേന്ദ്രനായി മാറിയിരുന്ന ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് സ്വന്തം രൂപം പ്രാപിച്ചു. സർവ്വലോകാശ്രയപ്പൊരുളായ സച്ചിദാനന്ദ സ്വരൂപനെ നേരിൽ ദർശിക്കുവാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച ഇന്ദ്രദ്യുമ്നൻ ആനന്ദാധികാരത്താൽ കോരിത്തരിച്ചു. അദ്ദേഹത്തിൻ്റെ നയനങ്ങളിൽ നിന്ന് അശ്രുകണങ്ങൾ ധാരധാരയായി അണപൊട്ടി ഒഴുകി. പരമ്പൊരുളായ ശ്രീ നാരായണനെ ഭക്തിപുരസരം ഇന്ദ്രദ്യുമ്നൻ വലം വെച്ച് തൊഴുതു. യോഗീന്ദ്രന്മാർക്ക് പോലും ദർശിക്കുവാൻ അസാധ്യമായ ഭഗവത് ചരണാംബുജങ്ങളിൽ അദ്ദേഹം വീണു നമസ്കരിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചു, സർവേശ്വര, ജഗത്പ്രഭു, കരുണാനിധേ, കമലദള നയന, വൈകുണ്ഠവാസ ശ്രീനാരായണ, അറിഞ്ഞും അറിയാതെയും ഈ പാപി ചെയ്തു പോയ മഹാപരാധങ്ങളെല്ലാം പുറത്ത് ഇവന് പരമപദം അരുളി ചെയ്യുവാൻ തിരുവുള്ളമുണ്ടാകണമേ. ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രദ്യുമ്ന,
ഭക്തശിരോമണിയായ നിന്റെ അഭ്യർത്ഥന നാം ചെവിക്കൊണ്ടിരിക്കുന്നു. പരീക്ഷണങ്ങളിൽ തളർന്നു പോകാതെ ഭക്തിമാർഗത്തിൽ ഉറച്ചു നിന്നിരുന്ന നിനക്ക് നാം പരമപദം പ്രദാനം ചെയ്തിരിക്കുന്നു. നമ്മോടൊപ്പം നിനക്കും വൈകുണ്ഠത്തിൽ വസിക്കാവുന്നതാണ്. ഇന്ദ്രദ്യുമ്നനെ ആശ്ലേഷിച്ചനുഗ്രഹിച്ച ശ്രീ മഹാവിഷ്ണു അദ്ദേഹത്തോടൊപ്പം അന്തർധാനം ചെയ്തു.